ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മൾ മഴയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട മാസം. കാരണം ചക്രവാത ചുഴി, ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം, അല്ലെങ്കിൽ പിന്നെ പ്രളയം, പിന്നെ ഭൂചലനം, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അങ്ങനെ ഇത്തരം സാധ്യതകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഇനിയും ഒരു പ്രളയത്തെ അതിജീവിക്കാൻ കേരളത്തിന് കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു, വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ സത്യത്തിൽ നമ്മളെപ്പോഴും ഭയചകിതരാകാറുണ്ട് എന്നുള്ളതാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷവും അതിനുശേഷം വന്ന വെള്ളപ്പൊക്കവും ഒക്കെ അതിജീവിച്ചോ നമ്മളെന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മൾ ആരും അതിജീവിച്ചിട്ടില്ല. കാരണം അതിൽ ഉറ്റവർ നഷ്ടപ്പെട്ടവരുണ്ട്, ഉടയവർ പോയവരുണ്ട്, വസ്തുവകകൾ പോയവരുണ്ട്, ജീവജാലങ്ങൾ പോയവരുണ്ട്, ഇപ്പോഴും ചിലപ്പോൾ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുണ്ടാകും. അങ്ങനെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും വെള്ളം പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളിലും ഒക്കെയുള്ള ആളുകൾക്ക് എപ്പോഴും ആശങ്കയും ഭയവുമാണ്. ഈ മഴ, അതിശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ഏത് സമയവും ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. കാരണം വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തുള്ള സാഹചര്യം നമുക്കറിയാം. ഇപ്പോഴും 41-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അവരൊക്കെ മരിച്ചതായാണ് കണക്കാക്കുന്നത്. കാരണം മണ്ണിനടിയിലേക്ക് പോയവരെ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരുടെയും ശരീരത്തിന്റെ പല ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ടൗൺഷിപ്പൊക്കെ ഉയർന്നു വരുന്നു എന്ന് പറയുന്നു. പക്ഷേ കാലാകാലങ്ങളായി ആളുകളൊക്കെ ഉണ്ടാക്കിയ എല്ലാം വെള്ളം കൊണ്ടുപോയി, കല്ലുകളും മരങ്ങളും ഉരുളും ഒക്കെ പൊട്ടി എല്ലാം കൊണ്ടുപോയി. ഒരു ജീവിതത്തിന്റെ അവസാന കാലം വരെ ഉണ്ടാക്കിയതെല്ലാം ഒരു മഴ ഒലിച്ചു ഒരു ചാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എല്ലാം കൊണ്ടുപോയി ആകാശവും ഭൂമിയില്ല, ആകാശം മാത്രമായി നിൽക്കുന്ന ജനങ്ങളെയാണ് വയനാട് നമ്മൾ കണ്ടത്. അപ്പൊ ഏത് നിമിഷവും ഈ മഴ കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്തും കേരളത്തിൽ സംഭവിക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ, കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ, ഇതൊന്നും നമ്മൾ അവഗണിക്കരുത്. ഇതൊക്കെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് പറയുന്നത്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് ഒക്കെ പറയുന്നത്, ശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യത എവിടെയാണ് പറയുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത്. ഇപ്പോ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം, കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ 3 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. 3 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായത്. ഏപ്രിൽ 8 വരെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്ക് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 11-ാം തീയതി വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് ഭാഗങ്ങൾ, തെക്കു പടിഞ്ഞാറൻ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ വടക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കന്യാകുമാരി പ്രദേശം, തെക്കൻ തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ വരും ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതായത് 10, 8 ഇന്ന് 10, 8 തീയതികളിൽ, ഈ 10, 8, 11 തീയതികളിൽ ഈ പ്രദേശത്ത്, ഈ കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ളവർ
മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂചലനത്തിനൊക്കെയുള്ള സാധ്യത, ജപ്പാനിലൊക്കെ അതിതീവ്രമായ ഭൂചലനത്തിലാണ് സാധ്യത. മ്യാൻമാറിലൊക്കെ നമ്മൾ കണ്ടതാണ്, സംഹാര താണ്ഡവമാടിയാണ് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഇപ്പോ 11-ന് മോക്ക് ഡ്രില്ലിംഗ് നമ്മുടെ തിരുവനന്തപുരത്ത് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വരുന്ന ചക്രവാത ചുഴലിക്കാറ്റ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള മോക്ക് ഡ്രില്ലിംഗ് ഒക്കെയാണ് നടത്തുന്നത്. കാരണം ചുഴലിക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൃത്യമായ മുന്നറിയിപ്പുകളൊക്കെ നോക്കി അതൊക്കെ എന്താ പറയുക, മുന്നറിയിപ്പുകളൊന്നും അവഗണിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയദർശൻ സാറ് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ജാഗ്രത മാത്രം പോരാ, ഭയവും വേണം. കാരണം നമുക്കൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായാലോ ഉരുൾപൊട്ടൽ ഉണ്ടായാലോ ഈ എന്താ പറയുക, ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാലോ സർക്കാരൊക്കെ ഒപ്പമുണ്ടാകും, കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കയ്യിൽ നിന്ന് പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ കാലങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒരു വീട് ലോൺ എടുത്ത് വലിയ ബുദ്ധിമുട്ടി നമ്മൾ വച്ച വീടായിരിക്കും ഒരു മഴയിൽ ഒലിച്ചു പോയത്. പിന്നെ അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര വർഷത്തെ നമ്മുടെ പെടാപ്പാടായിരിക്കണം. എത്രയോ പേരുടെ സ്വർണ്ണാഭരണങ്ങൾ, വസ്തു വിറ്റ പണങ്ങൾ, ഉറ്റവർ, അച്ഛന് ഇല്ലാത്ത മക്കൾ, അമ്മ മരണപ്പെട്ടു പോയ മക്കൾ, അനാഥരായ കുടുംബാംഗങ്ങൾ, പിന്നെ മക്കളെ തേടി ഇപ്പോഴും നടക്കുന്ന, മണ്ണിനടിയിൽ മക്കളുണ്ടോ എന്ന് തേടി നടക്കുന്ന അച്ഛനമ്മമാർ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ വരുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കൂടുതലും ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. മഴ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടാം, മഴ കട്ടൻ ചായ ജോൺസൺ മാഷിന്റെ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇത് നിർത്താതെ 1-2 മണിക്കൂർ തുടർച്ചയായി പെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിന് അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നമുക്കെപ്പോഴും വേണം. ഈ കൊച്ചിയിലൊക്കെ 1-2 മണിക്കൂർ ശക്തമായി മഴ പെയ്താൽ കൊച്ചിയൊക്കെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. പല സ്ഥലങ്ങളും അങ്ങനെയാണ്. ഇടുക്കി ജില്ലയിലൊക്കെ ഉരുൾപൊട്ടാൻ എപ്പോഴും സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. കാരണം മലയോര മേഖലകളാണ് അവിടെയൊക്കെ കൂടുതൽ. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയും വേണം, ഒപ്പം ഭയവും വേണം. പിന്നെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യരുത്.